അതുപോലെ ഏരിയ സെക്രട്ടറി, മറ്റു ഏരിയ ഭാരവാഹികൾ, ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ മെമ്പർമാർ, നമ്മുടെ ഏരിയയുടെ യൂണിറ്റിന്റെ 25ാം സമ്മേളനങ്ങളാണ് നടന്നുകൊണ്ട് ഇരിക്കുന്നത്. നമ്മുടെ ഏരിയയിലെ 4ാമത്തെ സമ്മേളനമാണ് ഇവിടെ ഇന്ന് നടക്കുന്നത്. ഇനി ഒരു സമ്മേളനം കൂടി നമ്മുടെ യൂണിറ്റ് ഏരിയയിൽ നടക്കാനുണ്ട്. നമുക്ക് ഡിസംബർ മാസം വരെയാണ് നമുക്ക് സമയം തന്നിട്ടുണ്ടായിരുന്നത്. അതായത് യൂണിറ്റ് സമ്മേളനങ്ങൾ നവംബർ ഡിസംബർ മാസങ്ങളിൽ നടത്തണമെന്നാണ് നമുക്കുള്ള കണക്ക്. അതനുസരിച്ച് നമ്മുടെ യൂണിറ്റ് ആ മാസങ്ങളിൽ 3 സമ്മേളനങ്ങൾ നമ്മുടെ ഏരിയയിൽ നടത്തി. ഇനി ഒരു സമ്മേളനം കൂടി നമ്മൾക്ക് നടത്താനുണ്ട്. ഉദുമ യൂണിറ്റിന്റെ സമ്മേളനം ഒരു കെട്ടിട നിർമ്മാണം മറ്റേ പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് ഈ 600 രൂപ ഇന്ദിരാഗാന്ധി ഓൾറേജ് പെൻഷൻ കൊടുത്ത് 600 രൂപ അവർക്ക് കിട്ടും. 2017 ഏപ്രിൽ മുമ്പ് കിട്ടുന്ന തുടങ്ങി കിട്ടും. അത് അവരെ അതേ ഇത് വെച്ചുകൊണ്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ അവർ ചേർന്ന് ആ പെൻഷൻ വാങ്ങുന്നു. ഇന്നലെ IUM കമ്പ്യൂട്ടർ ക്ഷേമനിധി ഓഫീസ് പോയി അവിടെ ക്ലർക്കിൽ നല്ല തിരക്കൊന്നിലാണ് നോക്കുമ്പോൾ അവരെ നമ്മളെ പെൻഷൻ കിട്ടുന്നില്ലാന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചത്. നമ്മൾ നോക്കുമ്പോൾ നമ്മളെ ക്ഷേമനിധിയിലെ പെൻഷനും അവർ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ക്ലർക്ക് വിചാരിച്ചാൽ അതിനകത്തേക്ക് കയറണ്ടേ, സേവനത്തിലേക്ക് ചേർക്കുമ്പോൾ ഈ ഇങ്ങനെ പെൻഷൻ വാങ്ങുമ്പോൾ ഈ നമ്മൾ മറ്റേതങ്ങോട്ട് കയറില്ല, അതവിടെ ബ്ലോക്കായി നിൽക്കും. അപ്പോൾ അത് കിട്ടുന്നില്ലാന്ന് പറഞ്ഞാൽ അവരുടെ കിട്ടാതെ വിളിച്ച് പറയുമ്പോൾ നമ്മൾ നോക്കിയത്. അപ്പോൾ അവർ 3ാമത്തെ പെൻഷനാണ് അപേക്ഷ. അപ്പോൾ ഞാനതൊരു ഉദാഹരണം പോലും. പക്ഷെ മസ്റ്ററിങ് നമ്മളെല്ലാവരും ഗവൺമെൻറ് പറയുന്ന സമയത്ത് തന്നെ ചെയ്യണം. ഒന്ന്, നിങ്ങളിത് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ആധാർ കാർഡ് കൊണ്ടുപോയി അക്ഷയയിൽ കൊടുക്കാം. ഈ ആധാർ കാർഡ് കൊണ്ട് അക്ഷയയിൽ കൊടുക്കുമ്പോൾ അയാൾ ആധാർ കാർഡ് അക്ഷയയിൽ ലിങ്ക് ചെയ്യുന്ന സമയത്ത് അതിൽ നിങ്ങൾ എന്തൊക്കെ പെൻഷൻ വാങ്ങുന്നുണ്ടോ അതൊക്കെ അതിലേക്ക് വരും. ഈ അക്ഷയയിൽ ഈ ലിങ്ക് ചെയ്ത അയാൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഉടനെ അതിൽ ഏതെങ്കിലും ഒന്നിന് നിങ്ങളെ ആധാർ മസ്റ്ററിങ് ലിങ്ക് ചെയ്ത് കൊടുക്കും. നിങ്ങൾ ചുണ്ടപ്പ് വെച്ച് കഴിഞ്ഞ് ഒരു പേപ്പർ ആയാലും നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടും. ആ പേപ്പറും വാങ്ങി മടക്കി പിടിച്ച് നേരെ വീട്ടിലേക്ക് അത് അതേ മടക്കി വെച്ച് വീട്ടിലും വെക്കും. ആ മാസം പെൻഷൻ 2ാമത്തെ ഈ മസ്റ്ററിങ് പ്രകാരം പെൻഷൻ വരാൻ തുടങ്ങുമ്പോൾ അടുത്ത വീട്ടിൽ മറ്റേതിലേക്കും വന്നിട്ടുണ്ട്, ഇയാൾക്ക് വന്നിട്ടുണ്ടായില്ല. അപ്പോഴാണ് ഇയാൾ ഈ പേപ്പർ നോക്കുന്നില്ല, അല്ല ഉടനെ എടുത്തിട്ട് പറയുന്നത് നോക്കി നമ്മുടെ യൂണിറ്റ് നോക്കുമ്പോഴേക്കും ഇവർ മസ്റ്ററിങ് ചെയ്തത് കെട്ടിട നിർമ്മാണത്തിനോ അല്ലെങ്കിൽ മറ്റേ വീട് ഇതിലോ അല്ലെങ്കിൽ കൈത്തറിയിലോ അല്ലെങ്കിൽ വിധവയിലോ ഈ തയ്യലിൻ്റെ ക്ഷേമതയിലേക്ക് മസ്റ്ററിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇവർ മസ്റ്ററിങ് ചെയ്തപ്പോൾ നമ്മളെ വീണ്ടും ഒരു അവസരം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തത് ഇവർ മസ്റ്ററിങ് ചെയ്യാമോ. അപ്പോൾ അവിടെ പോയിട്ട് തയ്യലിലേക്ക് തന്നെ ചെയ്യണം, തയ്യൽ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ അതിൽ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മസ്റ്ററിങ് ചെയ്യുമ്പോൾ മറ്റൊരു 2 ബ്ലോക്കാണ്. ഒരാൾക്ക് ഒരു പെൻഷൻ മാത്രമേ കിട്ടുള്ളൂ, ഒരു ക്ഷേമനിധി പെൻഷൻ മാത്രമേ ഒരാൾക്ക് കിട്ടുള്ളൂ. പിന്നെ അവർക്ക് കിട്ടും ഏത് പെൻഷൻ, വികലാംഗ കോർപ്പറേഷൻ്റെ പെൻഷൻ കിട്ടും, വികലാംഗ കോർപ്പറേഷൻ പെൻഷൻ കിട്ടും. അതുപോലെ തന്നെ PF അടച്ചുകൊണ്ടുള്ള ഒരാൾക്ക് PF കിട്ടുന്നൊരു പെൻഷൻ ഉണ്ടെങ്കിൽ അത് അയാൾക്ക് ക്ഷേമ പെൻഷന് പുറമെ അതും കൂടി കിട്ടും. പിന്നെ നാട്ടിലെല്ലാ കശുവണ്ടി തൊഴിലാളി ക്ഷേമയും ചേർന്നു, കെട്ടിട നിർമ്മാണ തൊഴിലാളിയും ക്ഷേമയും ചേർന്നു, പിന്നെ സ്വർണ്ണ തൊഴിലാളി ക്ഷേമയും ചേർന്നു, മരപ്പണി അതിനും ചേർന്നു. പിന്നെ ഇതെല്ലാം വയസ്സാകുമ്പോൾ ഓരോന്ന് കിട്ടാതെ രഹസ്യമായി വെച്ച് ആ രഹസ്യ സ്വഭാവത്തോട് പോയി കഴിഞ്ഞാൽ ഇതൊന്നും കിട്ടാതാവും. ഈ വിവരം എല്ലാവരും യൂണിയൻ്റെ നേതാക്കന്മാരും യൂണിയൻ 600 രൂപ അത് കിട്ടും. നമ്മുടെ തയ്യൽ തൊഴിലാളി ക്ഷേമ പെൻഷനും കൃത്യമായിട്ട് കിട്ടും. പിന്നെ കുറേ ആൾക്ക് പറഞ്ഞത് കൊറോണ കാലത്ത് ഒരു 1000 രൂപ അയച്ചത് പിന്നെ കിട്ടിയില്ലാതാണ്. കൊറോണ കാലത്ത് ആരും അപേക്ഷ കൊടുത്തിട്ടല്ല പെൻഷൻ 1000 രൂപ കിട്ടിയത്. ഗവൺമെൻറ് തൊഴിൽ വകുപ്പ് എല്ലാ തൊഴിലാളികളെയും ക്ഷേമനിധി ഓഫീസിൽ പോയി അവർ ആധാർ നമ്പർ എടുത്ത് ആധാറിൽ അവർ ഏത് ബാങ്കിലാണെന്നോ നമ്പർ ലിങ്ക് ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അക്കൗണ്ടിലേക്ക് പൈസ പോയതാണ്. ആ പോയ സമയത്ത് പലരും ഈ ആധാർ നമ്പർ ലിങ്ക് ചെയ്ത അക്കൗണ്ട് ക്ലോസ് ആയതുണ്ട്, ഒരു നമ്പർ അടിക്കുമ്പോൾ വേറൊരാൾ അക്കൗണ്ടിലേക്ക് പോയതുണ്ട്. ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ അന്ന് പരിഹരിക്കാൻ വേണ്ടിയും കുറച്ച് പേർക്ക് നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം എന്തുകൊണ്ട്, ഈ പൈസ പോയ അക്കൗണ്ടിൻ്റെ ഉടമസ്ഥൻ ബാങ്കിൽ പോയി ഒരു ഒപ്പിട്ട് കൊടുത്താലേ പൈസ ആ ബാങ്കിന് ഇവരെയൊക്കെ നമ്മൾ പറഞ്ഞ ക്ഷേമനിധി ഓഫീസിലേക്ക് വന്ന് അത് തിരിച്ച് അങ്ങോട്ട് ചെയ്യാണ്ട് വരും. അങ്ങനെ നമ്മുടെ ജില്ലയിൽ ഒരു വിരലുണ്ടാകുന്ന 4 or 5 പേർക്ക് ആ സമയത്ത് കൊറോണ സമയത്ത് അയച്ച 1000 രൂപ.
മറ്റൊന്ന് സാന്ത്വനത്തിന്റെ ആനുകൂല്യം എന്തെല്ലാം പറയണം 10,000. അതിന്റെ കൊടുക്കേണ്ട രീതി കാര്യങ്ങളൊന്നും പറയണല്ലോ. അംഗമരണത്തിന് 10,000, ആശ്രിത മരണത്തിന് 10,000, പെൻഷൻ 1,500 കൊടുത്തുകൊണ്ട് ഉണ്ടായത് ഇപ്പോൾ ഏകദേശം 1-2 മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി തയ്യത്തൊഴിലാളി പെൻഷൻ വാങ്ങുന്നവരെ ആയതുകൊണ്ട് ആ സാധനത്തിന് പെൻഷൻ കൊടുക്കേണ്ടി വരുന്നില്ല. അത് 1,500 12 പേർക്കാണ് കൊടുത്തുകൊണ്ടായത്. ചികിത്സക്ക് 50,000 രൂപയുണ്ട്. അത് ഈ 50,000 വളരിക്കുണ്ട് ഏരിയയിലെ പൊങ്ങഞ്ചാല ഒരാൾക്ക് കിഡ്നി മാറ്റി വെക്കുന്നതിന് കഴിഞ്ഞ മാസം നമ്മുടെ ഏരിയയിൽ കൊടുക്കാൻ വേണ്ടി പറ്റിയിരുന്നത്. അത് 50,000. ചികിത്സ 10,000, ചികിത്സ 5,000. അങ്ങനെ ഓരോരോ ക്രമത്തിനനുസരിച്ചിട്ടാണ്. പിന്നെ വിദ്യാഭ്യാസം 5,000 രൂപ. അതായത് ഒരു ജില്ലയിൽ 2 കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം പൂർത്തീകരിച്ചതിന് ശേഷം മാർക്ക് ലിസ്റ്റ് കൊണ്ട് അപേക്ഷ സമർപ്പിക്കും. പിന്നെ പ്രകൃതി ദുരന്തം 25,000 രൂപ വരെ ഉണ്ട്. പ്രകൃതി ദുരന്തം 10,000 ഉണ്ട്. അപകട മരണം 25,000. വിവാഹ ധനസഹായം 5,000. ഈ വിവാഹ ധനസഹായത്തിൽ നമ്മളെ ഇതിന് സാധനമായി ചേർന്നിട്ടുള്ള വിധവകളുടെ 2 പെൺമക്കൾക്ക് വിവാഹ ധനസഹായത്തിന് 5,000 രൂപ തോതിൽ കിട്ടും. ഒരു വർഷം അടക്കുന്ന ഒരാൾ, ഒരു വർഷം അടക്കുന്ന 3 വർഷം ഇത് 100 രൂപ വെച്ചിരുന്ന അയാൾക്ക് 120. ഇയാൾക്ക് കൃത്യമായിട്ട് ഒരാൾക്ക് റിട്ടയർമെൻറ്റ് ആനുകൂല്യം കിട്ടുന്നത് തുടങ്ങുന്നു വരുന്നത് 2 വർഷം 3 വർഷം അടച്ചു കഴിഞ്ഞ് 7ാമത്തെ വർഷം 6ാമത്തെ വർഷം 910 മാസം പെൻഷൻ കിട്ടും. ഒരാൾ 10 വർഷം അടക്കുന്ന പൈസ 1,200. മുമ്പത്തെ കണക്കാണ് ഞാൻ സ്ലേവാണ് വായിക്കുന്നത്. അത് 1,750 റിട്ടയർമെൻറ്റിൽ പൈസ കിട്ടും. ഒരാൾ ഏകദേശം 24 വർഷം വരെ പൈസ അടച്ചു കഴിഞ്ഞാൽ 2,880 രൂപ അടക്കും. അയാൾക്ക് 9,210 രൂപയാണ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും തന്നെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ടൊന്ന് നമുക്ക് കാര്യമായ വർധന വരും. അതായത് ഒരാളൊരു 30 അതുവരെ ചെറിയ ശതമാനം വർധന മാത്രമേ. കാരണം 120 രൂപയാണ് എത്ര വരെ അടച്ചത്. നമ്മൾ 100 രൂപ തൊഴിൽ 9, 10 വർഷം 12 വർഷത്തോളം കാലം നമ്മൾ 100 രൂപ തൊഴിലാണ്. 10 വർഷത്തൊക്കെ 1,200 രൂപയാണെന്നുള്ളൂ. അതിൻ്റെ 5% പലിശ 2% ഗവൺമെൻറ് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 വർഷം നമുക്ക് ഈ ചെറിയ സംഖ്യ മാത്രമേ വരുന്നുള്ളൂ. അതേസമയം ഒരാൾ 30, നമുക്കിവിടെ നോക്കാം, 29 വർഷം അടക്കുന്ന ഒരാൾ 3,450 രൂപയാണ് നമ്മളെ കരുതി. അയാൾക്ക് 15,620 രൂപ കിട്ടും. 30 വർഷം അടക്കുന്ന ആൾ 3,600 രൂപ, അയാൾക്ക് 17,310 രൂപ കിട്ടും. അപ്പോൾ ഈ 11 മാസത്തിലെ മാറ്റം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കാൻ വർധനവ്. അതേപോലെ തന്നെ 31 വർഷം 3,720, 19,170, 32 വർഷം 3,840, 21,240. 44,560 രൂപ അടക്കം അയാൾക്ക് കിട്ടുന്ന പൈസ 39,220. 42 വർഷം അടക്കുന്ന ഒരാൾ അടക്കുന്ന 5,040 രൂപ, അയാൾക്ക് കിട്ടുന്നത് 60,000. ഈ അയാൾക്ക് കിട്ടുന്നത് 43,460 എങ്കിൽ പിന്നീട് 1, 2, 3 വർഷം കഴിയുമ്പോൾ അയാൾക്ക് കിട്ടുന്നത് 60,000 രൂപ. 5,000 രൂപ വർധനമായിരുന്നു, ചെറിയ വർധന. അപ്പോൾ വർഷങ്ങൾ കൂടുമ്പോഴാണ് ഇതിൻ്റെ എമൗണ്ട് കൂടിക്കൊണ്ട് വരുന്നത്. അല്ലാണ്ട് ആദ്യ കാലത്ത് ചെറിയ വർഷം ചെറിയ പൈസ കിട്ടിയിട്ടും എന്ന് പറഞ്ഞാൽ അത് അത്ര തരാൻ കഴിയും. കാരണം അത്ര കാലം ചെറിയ പൈസ അടച്ച് ചെറിയ പൈസ മാത്രമേ വരുന്നുള്ളൂ ഉണ്ടാക്കിയിട്ട്. മറ്റ് സംശയങ്ങളും കാര്യങ്ങളൊന്നും ആയിട്ടില്ലല്ലോ. നമ്മളെല്ലാം ഇപ്പോൾ വന്നിട്ടുള്ളതാണ് 1982 നമ്മളെ ഈ ഉദുമായ ഏരിയയിൽ കൃഷ്ണേട്ടൻ നമ്മളെ ആ ഭാഗത്തെല്ലാം വന്ന് മെമ്പർഷിപ്പ് ചേർക്കാൻ നടന്നു വരികയാണ്. ആ സമയത്ത് ആണുങ്ങൾ മാത്രമേ ഉള്ളൂ ടൈലറിംഗ് പണി എടുക്കാൻ. പെണ്ണുങ്ങൾ വന്നില്ല. അന്നേരം പെണ്ണുങ്ങൾ കുറവായിരുന്നു. ഇന്ന് അതേ അവസരം ആണുങ്ങൾ ഈ പണിക്ക് വരുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചെങ്കിൽ ഈ പണി എടുത്തൊന്ന് ഇതാണെങ്കിൽ 2 വർഷത്തോളം പഠിക്കും. ആ 2 വർഷത്തേക്ക് ഇന്ന് രാവിലെ ബ്രഷ് എടുത്ത് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം 800-900 രൂപ. ഇന്ന് ആണുങ്ങൾ വരാത്ത കാര്യം അതാണ്. പക്ഷേ പെൺപിള്ളേരല്ല, പെൺപിള്ളേർ പഠിക്കേണ്ടവർ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം
ടൈലറിങ് പോയി കഴിഞ്ഞെങ്കിൽ വെയിൽ കൊള്ളണ്ട, മഴ കൊള്ളണ്ട, നല്ലൊരു പണിയാണ്. AC റൂമിലിരുന്ന് പണിയെടുക്കുന്നത്. ഞാൻ 14 വർഷം ഞാൻ കട നടത്തിക്കൊണ്ടിരുന്നതാണ്. പോയി 2 വർഷം വേറൊരു കടയിലിരുന്നു, രണ്ടാമത് വേറൊരു കട സ്വന്തമായിട്ട് നടത്തിയിരുന്നു. വീണ്ടും ഞാൻ വിസ ഇല്ലാതെ പോയിട്ട് രണ്ടാമത് വിസയിൽ പോയി രണ്ടാമത് വേറെ കടയിൽ ഞാൻ ചെന്ന് പണി ചെയ്തു. 10-14 വർഷത്തെ പണി ചെയ്ത് നല്ലൊരു കാശുണ്ടാക്കി കുടുംബത്തിന് വേണ്ടി നല്ലൊരു ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് ഇതായിട്ടുണ്ട്. അതല്ല, ടൈലറിങ് പണിയിൽ നമുക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ല. ഈ പണി ചെയ്യാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് പണി ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ശരിക്കും നമുക്ക് നല്ലൊരു ശമ്പളം കിട്ടുന്നുണ്ട്. ഇന്നിപ്പോൾ പണ്ടൊരു ഷർട്ട് അടിച്ചു കൊടുത്താൽ 8 രൂപ 10 രൂപയായിരുന്നു. ആ സമയത്ത് ഇന്ന് 300 രൂപ വാങ്ങിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഒന്നുമില്ല, ഒരു 3 ഷർട്ട് അടിക്കാൻ പറ്റിയെങ്കിൽ സ്വന്തമായിട്ട് കട്ട് ചെയ്തിട്ട് അടിക്കാൻ പറ്റുന്നുണ്ട് ഒരു 900 രൂപ പൈസ. അത്രയും പൈസ കിട്ടിയാൽ നമ്മളെ കുടുംബം ചെറുതായിട്ടൊന്ന് നീങ്ങിപ്പോവാം, കടമില്ലാതെ. അതാണ് പറയാനുള്ളത്. പിന്നെ അതേപോലെ ക്ഷേമനിധിയിൽ കൃത്യമായിട്ട് പൈസ അടക്കുന്നവർക്ക് മാത്രമേ ക്ഷേമനിധിയിൽ ആനുകൂല്യം കിട്ടുള്ളൂ. പുള്ളി A+ കിട്ടിയ പിള്ളേർക്ക് 4000 രൂപ ആദ്യം കിട്ടും. കേശവാടി 2000 കിട്ടും, സ്കോളർഷിപ്പ് 2000 കിട്ടും. ആ 2000 കിട്ടണമെങ്കിൽ മാർച്ച് മാസം മുമ്പേ പൈസ അടച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആനുകൂല്യത്തിന് അർഹതയുള്ളൂ. അല്ലാതെ നമ്മൾ പെട്ടെന്ന് പോയിട്ട് നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ അത് കിട്ടില്ല. അതേപോലെ നമ്മൾ ക്ഷേമനിധി കൂടി അവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞെങ്കിൽ 24 മണിക്കൂർ അവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ ഇത് ഡിസ്ചാർജ് സമ്മറി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ സാധനത്തിൽ നിന്ന് നല്ലൊരു പൈസ വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നുണ്ട്. 10,000 രൂപ വാങ്ങി കൊടുത്തിട്ടുണ്ട്, 5,000 വാങ്ങി കൊടുത്തിട്ടുണ്ട്, 3,000 വാങ്ങി കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഭർത്താവ് മരിച്ചുപോയി, അവള് ഇതിലില്ല, തന്നെ സംഘത്തിലില്ല. അന്നേരം സംഘത്തിൻ്റെ പേപ്പർ വേണം. ആ സംഘത്തിൻ്റെ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ സംഘത്തിൽ ചേർത്തിട്ട് ഞാൻ ആ പേപ്പർ ഉണ്ടാക്കി കൊടുത്തിട്ട് പൈസ വാങ്ങി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും അവർക്ക് ഇപ്പം ആ സംഘം വേണ്ട. തയ്യൽ തൊഴിലാളികളെ ക്ഷണിച്ചോളുന്നത് ശരിക്കും പറഞ്ഞാൽ ചെറിയ സംരംഭങ്ങൾ ഇങ്ങനെ പരിശീലിപ്പിക്കുന്ന കുറച്ച് ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് കുറച്ച് പുതിയ ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് പറ്റാൻ വേണ്ടി ശ്രമിക്കും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കൊണ്ടുകൊണ്ടേ ഈ മേഖല ഇനി മുന്നിലോട്ട് കൊണ്ടുപോകും. ഇവിടെ 200 മെമ്പർഷിപ്പ് ഉണ്ട്. എത്ര സംഘമുണ്ട് ഈ യൂണിറ്റ്? എന്തുകൊണ്ട് ആ സംഘം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ ബാക്കിയുള്ള തലമുറ അതൊക്കെ പ്രോത്സാഹനം. ക്ഷേമനിധികളും മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുകൊണ്ടായിരിക്കാം നമ്മുടെ 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 ക്ഷേമനിധികളും മറ്റെല്ലാ സൗകര്യങ്ങളും അതുകൊണ്ടായിരിക്കാം നമ്മുടെ ക്ഷേമനിധികളും മറ്റെല്ലാ സൗകര്യങ്ങളും
അതുകൊണ്ടായിരിക്കാം നമ്മളെ ഈ ഒരു 550D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity.